ഹലോ ഗായ്സ്, ഏവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ലേണേഴ്സ് ടെസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ചില സൈൻ ബോർഡുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സൈൻ ബോർഡിലേക്ക് നോക്കൂ. 1. നിർത്തുക. ഈ ചിഹ്നം കണ്ടാൽ വാഹനം നിർബന്ധമായും നിർത്തണം. 2. വഴി കൊടുക്കുക. വശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം നൽകണം. 3. പ്രവേശനമില്ല. ഈ വഴിയിലൂടെ മുന്നോട്ടു പോകാൻ അനുവാദമില്ല. 4. വൺ വേ ട്രാഫിക്. ഗതാഗതം ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും. 5. ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ ഹോൺ മുഴക്കാൻ പാടില്ല. 6. കാളവണ്ടികൾ നിരോധിച്ചിരിക്കുന്നു. ഈ വഴിയിൽ കാളവണ്ടികൾക്ക് പ്രവേശനമില്ല. 7. കാൽനടക്കാരെ നിരോധിച്ചിരിക്കുന്നു. 8. വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. 9. ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. 10. യു ടേൺ നിരോധിച്ചിരിക്കുന്നു. 11. 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 12. 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 13. മണിക്കൂറിൽ 50 കിലോമീറ്റർ കൂടാത്ത വേഗതയിൽ വാഹനം ഓടിക്കുക. 14. ഹോൺ നിർബന്ധം. 15. വേഗത നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. 16. ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. 17. വൺ വേ ട്രാഫിക്. 18. നിർബന്ധമായും വലത്തേക്ക് തിരിയുക. 19. മുന്നിൽ വലത്തേക്കുള്ള വളവ്. 20. മുന്നിൽ ഇടത്തേക്കുള്ള വളവ്. 21. പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. 22. ബസ് സ്റ്റോപ്പ്. 23. നിർബന്ധമായി ഇടത്തോട്ട് തിരിയുക. 24. നിർബന്ധമായി മുന്നോട്ടു പോവുക. 25. നിർബന്ധമായി മുന്നോട്ടോ വലത്തോട്ടോ പോവുക. 26. നിർബന്ധമായി മുന്നോട്ടോ ഇടത്തോട്ടോ പോവുക. 27. നിർബന്ധമായി ഇടതുവശം ചേർന്ന് പോവുക. 28. മുന്നിൽ സ്റ്റാഗർഡ് ജംഗ്ഷൻ. 29. റൗണ്ട് അബൌട്ട്. 30. തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. 31. കാവൽക്കാരനുള്ള റെയിൽവേ ക്രോസ്. 32. കാവൽക്കാരനില്ലാത്ത റെയിൽവേ ക്രോസ്. 33. ആക്സിൽ ഭാരപരിധി. 34. ആശുപത്രി. 35. ക്രോസ് റോഡ്. 36. ഇടതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. 37. വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. 38. വൈ ഇന്റർസെക്ഷൻ ഇടത്. 39. വൈ ഇന്റർസെക്ഷൻ വലത്. 40. വൈ ഇന്റർസെക്ഷൻ. 41. മുന്നിൽ സ്കൂൾ. 42. ഫെറി. 43. പാറ വീഴാൻ സാധ്യത. 44. അപകടകരമായ താഴ്ച. 45. ഹംപ് അല്ലെങ്കിൽ പരുക്കൻ റോഡ്. 46. മുന്നിൽ തടസ്സം. 47. മീഡിയനിലെ വിടവ്. 48. വലത്തേക്ക് ഹെയർപിൻ ബെൻഡ്. 49. ഇടത്തേക്ക് ഹെയർപിൻ ബെൻഡ്. 50. ഇടത് റിവേഴ്സ് ബെൻഡ്. 51. വലത് റിവേഴ്സ് ബെൻഡ്. 52. കുത്തനെയുള്ള കയറ്റം. 53. കുത്തനെയുള്ള ഇറക്കം. 54. മുന്നിലിടുങ്ങിയ റോഡ്. 55. മുന്നിൽ റോഡ് വീതി കൂടുന്നു. 56. മുന്നിലിടുങ്ങിയ പാലം. 57. വഴുക്കലുള്ള റോഡ്. 58. അയഞ്ഞ ചരൽ അല്ലെങ്കിൽ ചരലുള്ള റോഡ്. 59. സൈക്കിൾ ക്രോസിംഗ്. 60. കാൽനട ക്രോസിംഗ്. 61. റോഡിൽ കന്നുകാലികൾ ഉണ്ടാകാനുള്ള സാധ്യത. 62. ഒരു വശത്തു നിന്നും വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. 63. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 64. ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. 65. അടയാളം മാറ്റൽ. 66. ഇടത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും അഭ്യർത്ഥിക്കുന്നു. 67. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 68. മുന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 69. പിന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 70. ഇടത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. 71. വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. 72. വലത്തേക്ക് തിരിയാൻ ഉദ്ദേശിക്കുന്നു. 73. വാഹനം നിർത്താൻ ഉദ്ദേശിക്കുന്നു. 74. വാണിംഗ് ലാമ്പ്. 75. കടന്നു പോകാൻ പാടില്ലാത്തതും പ്രധാനമായും റോഡിന്റെ ഇടതുവശം അടയാളപ്പെടുത്തുന്നതുമായ റെഡ് ലൈൻ. 76. ക്രോസ് ചെയ്യാവുന്ന ഗ്രീൻ എഡ്ജ് ലൈൻ. 77. കടക്കാൻ പാടില്ലാത്തതും കാരേജ് വേയുടെ വലതുവശം അടയാളപ്പെടുത്തുന്നതുമായ യെല്ലോ ലൈൻ അറ്റം നിർവചിക്കാൻ. 78. ഭിന്നശേഷിക്കാർ ഉപയോഗിക്കുന്ന വാഹനം. 79. സുഗമമായ ഗതാഗതത്തിനായി സിഗ്സാഗ് ലൈനുകളുള്ള ഭാഗത്ത് വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഡ്രൈവർമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി കാൽനട ക്രോസിംഗുകൾക്ക് സമീപവും സ്കൂൾ, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി തുടങ്ങിയ പ്രധാന കെട്ടിടങ്ങൾക്ക് മുന്നിലും സാധാരണയായി ഈ വരകൾ കാണപ്പെടുന്നു. 80. നിങ്ങളുടെ മുന്നിലുള്ള വാഹനം നീങ്ങുന്നതുവരെ കാത്തിരിക്കുക. കാൽനടക്കാർ കടന്നു പോകാനുള്ള സാധ്യത പരിഗണിച്ചും അപകടങ്ങൾ തടയുന്നതിനും സുരക്ഷിതമായ റോഡ് സംസ്കാരത്തിനു വേണ്ടിയുമാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 81.
മുന്നിലുള്ള എക്സിറ്റ് വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കാം. യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാഹനത്തിന് ബോക്സിൽ നിർത്താതെ ജംഗ്ഷൻ കടക്കാൻ ഇടമുണ്ടെന്ന് ഉറപ്പാക്കുക. യെല്ലോ ബോക്സ് ജംഗ്ഷനിൽ വാഹനം നിർത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. 82 ഇരുവശത്തേക്കുമുള്ള ഗതാഗതം. 83 തുടർച്ചയായ മഞ്ഞവര കടക്കാൻ കഴിയില്ല. ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. 84 തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, അതിനാൽ മുന്നോട്ടു പോവുക. 85 റിയർവ്യൂ മിററിലൂടെ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക. നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുൻപ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക. സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലൈൻ ക്രമീകരണം മാറ്റുകയും ചെയ്യുക. 86 ഇടവിട്ടുള്ള മഞ്ഞവരയുടെ വശത്തുള്ള വെള്ളക്കാറിന് ജാഗ്രതയോടെ കടന്നു പോകാൻ കഴിയും. 87 ജംഗ്ഷനുകളിൽ വലതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന. അതായത് ഗ്രീൻ കാറിന് മുൻഗണന നൽകണം. 88 വാഹനം എ പച്ചക്കാർ ഇന്റർസെക്ഷനിൽ പ്രവേശിച്ച് നേരെ മുന്നോട്ട് പോകുന്നതിനാൽ വാഹനം ബിയേക്കാൾ വാഹനം എയ്ക്കാണ് മുൻഗണന ഉള്ളത്. 89 റൗണ്ട് അബൌട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞതിനാൽ കാർ ബിക്കാണ് മുൻഗണന ഉള്ളത്. അതായത് മഞ്ഞക്കാരനാണ് മുൻഗണന. 90 വരകൾ മുറിച്ചു കടക്കുന്നതിന് നിയന്ത്രണമില്ല. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ചു കടക്കാം. ഓവർടേക്ക് ചെയ്ത ശേഷം തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരാം. നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കാനോ പുറത്തേക്ക് പോകാനോ ഈ വരകൾ മുറിച്ചു കടക്കാവുന്നതാണ്. 91 ഒരു സാഹചര്യത്തിലും ഈ വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. 92 ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ വരകൾ മുറിച്ചു കടക്കാൻ കഴിയില്ല. 2 ലൈനുകൾക്കിടയിലെ മീഡിയനായി പ്രവർത്തിക്കുന്ന ഈ വരകൾ ഇരട്ട വിഭജന രേഖകളാണ്. 93 പ്രഥമ ശുശ്രൂഷ. 94 വിശ്രമസ്ഥലം. 95 മുന്നിൽ സൈഡ് റോഡില്ല. 96 മുന്നിലേക്ക് സൈഡ് റോഡില്ല. 97 ഇരുവശവും പാർക്കിംഗ്. 98 പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും മാത്രം. 99 പാർക്കിംഗ് സ്ഥലം കാറുകൾക്കും ടാക്സി സ്റ്റാൻഡുകൾക്കും മാത്രം. 100 പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾക്ക് മാത്രം. 101 വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.